CPM നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ പ്രതിയായ കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ കോടതി ഇന്നാണ് പരിഗണിക്കുക. സൈബർ അധിക്ഷേപ പരാതിയിൽ കൂടുതൽ ആളുകളെ പ്രതി ചേർക്കാൻ സാധ്യത. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. എഗെയിൻ പറയൂ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായ KM ഷാജഹാനോടും CK ഗോപാലകൃഷ്ണനോടും ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ രണ്ടുപേരും എത്തിയിരുന്നില്ല. എന്താണ് എത്താത്തതിന്റെ കാരണമെന്ന് ഇതുവരെ അന്വേഷണ സംഘത്തെ ബോധിപ്പിച്ചിട്ടുമില്ല. ഇതിനിടയിലാണ് CK ഗോപാലകൃഷ്ണൻ ഇന്നലെ വൈകിട്ടോടുകൂടി എറണാകുളം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അഡ്വക്കേറ്റ് S രാജീവ് മുഖേനയാണ് ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. ഇന്ന് ആ ജാമ്യാപേക്ഷ പരിഗണിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറും. അങ്ങനെയെങ്കിൽ നിലവിൽ ഇവരെ ചോദ്യം ചെയ്യുന്നതിന് അന്വേഷണ സംഘത്തിന് തടസ്സമുണ്ടാകും. സ്വാഭാവികമായും വീണ്ടും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുക തുടങ്ങിയ നടപടിയിലേക്കാണ് ഗോപാലകൃഷ്ണന്റെ കാര്യത്തിലേക്ക് പോകുക. പക്ഷേ KM ഷാജഹാന്റെ കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് ഒരു വ്യക്തതയില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടില്ല. സ്വാഭാവികമായും 3 തവണ നോട്ടീസ് നൽകുകയും പിന്നീട് അറസ്റ്റിലേക്ക് പോകുന്നതാണ് നടപടി. എന്നാൽ പോലും ഇത് ജാമ്യമില്ലാത്ത വകുപ്പായതിനാൽ തന്നെ വീണ്ടും നേരിട്ട് അറസ്റ്റിലേക്ക് പോകാനുള്ള അധികാരപരിധി പോലീസിനുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു കൂടിയാലോചന നടത്തി ഒരു തീരുമാനമെടുക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. 3 പ്രതികളാണ് ഈ കേസിൽ ഇതുവരെ ഉള്ളത്. കൂടുതൽ പ്രതികളെ ഈ പട്ടികയിലേക്ക് ചേർക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. 100ഓളം വീഡിയോ ലിങ്കുകൾ ഇതിനോടകം തന്നെ സമാഹരിച്ചിട്ടുണ്ട്. അത് ആരുടേതെല്ലാമാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വരികയാണ്. ഒപ്പം മെറ്റയോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. പക്ഷേ മെറ്റ ഇതുവരെ വിവരങ്ങൾ കൈമാറിയിട്ടില്ല. അത് അന്വേഷണത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഈ ആളുകളുടെ പ്രൊഫൈലുകൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രതി ചേർക്കാനാകും എന്നാണ് നിലവിൽ കരുതുന്നത്. ഒപ്പം ഈ MLA-മാർ 4ഓളം MLA-മാർ KM ഷാജഹാനെതിരെ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. അവരുടെ മൊഴിയും ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. CK ഗോപാലകൃഷ്ണൻ ഈ കേസിലെ പ്രതി അവരുടെ കുടുംബം തങ്ങൾക്ക് നേരിടുന്ന സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകി. ആ പരാതിയിൽ അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരിയായ ഭാര്യയുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായി എല്ലാ വശങ്ങളും അന്വേഷിച്ചാണ് നിലവിൽ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ കൂടുതൽ പ്രതികൾ ഇന്നോ നാളെയൊക്കെയായി പ്രതിപട്ടികയിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം CK ഗോപാലകൃഷ്ണന്റെ ജാമ്യ ഹർജി ഇന്ന് ജില്ലാ കോടതി പരിഗണിച്ചേക്കും. SK. താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.